ഹായ് ഫ്രണ്ട്സ്, അരിക്കൊമ്പനെ രക്ഷിക്കാൻ നമുക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാം. എം.കെ. സ്റ്റാലിന് നിവേദനം കൊടുക്കാം. കേരളത്തിൽ പിടിച്ച PM2 തുറന്ന് കാട്ടിലേക്ക് വിടാൻ ഉത്തരവായിരിക്കുകയാണ്. അതിന് ചുവട് പിടിച്ചുകൊണ്ട് നമുക്ക് അരിക്കൊമ്പനെ അവൻ്റെ സ്വന്തം നാട്ടിലേക്ക് എത്തിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭീമാ ഹർജി തയ്യാറാക്കി തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിന് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വീഡിയോ കാണുന്ന അരിക്കൊമ്പൻ്റെ ഫാൻസും സുഹൃത്തുക്കളും അമ്മമാരും അരിക്കൊമ്പന് വേണ്ടി സമരങ്ങൾ ചെയ്യുന്നവരും അങ്ങനെ ഒരു നിവേദനം തയ്യാറാക്കി അരിക്കൊമ്പനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രിയെ സമീപിക്കണം. ഒപ്പം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഒരു നിവേദനം കൊടുക്കണം. അരിമയായ അരിക്കൊമ്പൻ ആന പോയിട്ട് 10 മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അവനെ മയക്കുവെടി വെച്ച് പിടിച്ച് പെരിയാർ കടുവാ സങ്കേതത്തിൽ ഇറക്കി അവിടെ നിന്ന് തമിഴ്നാട് പിടിച്ചു തിരുനെല്ലിയിൽ അപ്പർ കോതിയാറിലാക്കിയിരിക്കുകയാണ്. അപ്പർ കോതിയാറിൽ കൊണ്ടാക്കിയിട്ട് അവനെ മാഞ്ചോല എസ്റ്റേറ്റിലാണ് കാണാൻ പറ്റിയത്. പിന്നീട് അവനെപ്പറ്റി യാതൊരു വിവരങ്ങളുമില്ല. അതുകൊണ്ട് ആനയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിവേദനം തയ്യാറാക്കി തമിഴ്നാട് മുഖ്യമന്ത്രി M.K. സ്റ്റാലിന് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാർ അടിയന്തരമായിട്ടും അരിക്കൊമ്പൻ്റെ മോചനത്തിന് വേണ്ടി നിവേദനങ്ങൾ തയ്യാറാക്കണമെന്നാണ് പറയാനുള്ളത്. എന്തു തന്നെ ആയാലും ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിനെ മോചിപ്പിക്കുകയും ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത്. അരിക്കൊമ്പൻ 10 മാസങ്ങൾക്ക് മുമ്പ് ചിന്നക്കനാലിൽ നിന്ന് നാട് കടത്തപ്പെട്ടതാണ്. അപ്പോൾ PM2 ചുവട് പിടിച്ചുകൊണ്ട് അരിക്കൊമ്പനും PT7 ഒക്കെ പുറത്തേക്ക് വരാനുള്ള സാധ്യത തെളിയുന്നുണ്ട്. ആയതുകൊണ്ട് അടിയന്തരമായിട്ടും ഈ വീഡിയോ കാണുന്നവർ ഇത് ഷെയർ ചെയ്തുകൊണ്ട് അരിക്കൊമ്പനെ രക്ഷിക്കാനായിട്ടുള്ള നടപടികളിലേക്ക് കടക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അരിക്കൊമ്പന് വേണ്ടി എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പിടിച്ചാൽ തമിഴ്നാട് മുഖ്യമന്ത്രിക്കൊക്കെ നിവേദനത്തിലൂടെ അവനെ അവിടെ നിന്ന് തിരിച്ച് ചിന്നക്കനാലിലെത്തിച്ച് സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അരിക്കൊമ്പൻ ഫാൻസും അരിക്കൊമ്പനും സ്നേഹിക്കുന്ന അമ്മമാരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുകയും അധികാരികളിലെത്തിക്കുകയും ചെയ്യണം എന്നാണ് പറയാനുള്ളത്. അരിക്കൊമ്പൻ്റെ ഓർമ്മകൾ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. പുതിയൊരു വീഡിയോ വരുന്നവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നമുക്ക് കാണാം. ഗുഡ് ബൈ.